വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ന്യൂ ഫോഗ് വെൽവെറ്റ് എഫക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മെറ്റീരിയൽ തന്നെ വളരെ നൈസായിട്ടൊരു കോട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നു. ഇത് ബ്രഷിൽ റോളറിലോ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മളൊരു ബേസ് കോട്ടായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. റോളറിലും ബ്രഷിലും നമ്മളൊരു കവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മുടെ ന്യൂ ഫോഗിൻ്റെ സെയിം മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. വേറെ കളറുകളൊന്നുമല്ല, സെയിം കളറിൽ ഒരു ബേസ് കോട്ട് നമ്മൾ അത് ലൂസാക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പല രീതിയിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ബ്രഷിൽ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. പിന്നെ ഒരു രീതിയാണ് നമ്മുടെ പുട്ടി ബ്ലേഡിൽ ചെറുതായിട്ട് യെസ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പല രീതിയിലും അപ്ലൈ ചെയ്യാം. ഏത് രീതിയിൽ അപ്ലൈ ചെയ്താലും ഇതൊരു 3D എഫക്റ്റാണ് അവസാനം കിട്ടുന്നത്. നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും വേറൊരു എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ സാധനം കിട്ടുക. നമ്മുടെ വെൽവെറ്റ് ഫോഗ് പല തരത്തിലും ചെയ്യാന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ ബ്രഷിൽ ചെയ്യുന്നതാണ് ആദ്യം കണ്ടത്. ഇപ്പൊ നമ്മൾ അതേ സാധനം തന്നെ ബ്ലേഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 3D എഫക്റ്റ് ആണ് കിട്ടുക. ശരിക്കും ഫോഗ് എഫക്റ്റിലേക്ക് വരും ചെയ്യും. അതാണ് ബ്ലേഡിൽ ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ പാറ്റേൺ ആയിട്ട് ക്രിയേറ്റ് ആവും. അതൊരു സാറ്റിൻ ഫിനിഷിലാവുമ്പോൾ അതിന് പ്രത്യേക എഫക്റ്റ് ആണ്. അപ്പൊ ഇത് ബ്ലേഡിൽ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെയ്യാവുന്ന പല മെത്തേഡിലും ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വേറൊരു മെത്തേഡ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ ഓരോ പെയിന്റർമാരുടെ കഴിവനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്ന പല ഡിസൈൻസ് ഉണ്ട്. പലമാതിരി ചെയ്യാം. അപ്പൊ നമ്മൾ ബ്ലേഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ടായിരിക്കും. ടച്ചിന്റെ ന്യൂ ഫോഗ് മെറ്റാലിക് വേറെ രീതിയിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേറൊരു ഫീലിംഗ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് കാണുന്നില്ലേ? നിങ്ങൾ കറക്റ്റ് ആയിട്ട് വേറൊരു ഡിസൈനാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ ഒരു 8, 6, 4, 3 അങ്ങനെ ഷേപ്പിൽ, ഒരേ ഷേപ്പിലല്ല ഇടേണ്ടത്. 6, 3, 9, 8 അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് വരും.